ഇലക്ഷൻ കമ്മീഷന്റെ വോട്ട് കൊള്ളയ്ക്കെതിരെ ഡൽഹിയിൽ കോൺഗ്രസ് നടത്തിയ മഹാസമ്മേളനത്തിൽ 6 ലക്ഷം ആളുകളെ സാക്ഷിയാക്കി പ്രിയങ്ക ഗാന്ധി വാക്കുകൊടുത്തു. ജനങ്ങളുടെ വോട്ട് കൊള്ളയടിക്കുന്ന മോദിയുടെ സെലക്ഷൻ കമ്മീഷനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കും എന്ന് കുറുക്കിക്കൊള്ളുന്ന വാക്കുകളിലൂടെ ജനങ്ങളെ ആവേശം കൊള്ളിച്ചുകൊണ്ടുള്ള പ്രിയങ്ക ഗാന്ധിയുടെ വാക്കുകൾ കേൾക്കേണ്ടത് തന്നെയാണ്. അവരുടെ പ്രസംഗം പൂർണ്ണമായി മലയാളത്തിൽ നമുക്ക് കേൾക്കാം. ये वोट क्या है, इसकी कीमत क्या है हमारे जीवन में, इसको समझना बहुत जरूरी है। बहुत समय पहले जब आजादी की लड़ाई शुरू हो रही थी और नेहरू जी जगह जगह जाते थे लोगों से मिलने के लिए, तो एक नारा गूंजता था। जब वो पहुंचते थे तो देश की जनता भारत माता की जय जयकार करती थी। ഈ വോട്ട് എന്താണ്, നമ്മുടെ ജീവിതത്തിൽ അതിന്റെ വില എന്താണ്, അത് മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. വളരെ നാളുകൾക്ക് മുൻപ് സ്വാതന്ത്ര്യ സമരം തുടങ്ങിയപ്പോൾ നെഹ്റു രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും ജനങ്ങളെ കാണുവാൻ പോയി. അപ്പോൾ ഒരു മുദ്രാവാക്യം മുഴങ്ങിക്കേട്ടു. അദ്ദേഹം എത്തിയപ്പോൾ രാജ്യത്തെ ജനങ്ങൾ ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചു. उस समय नेहरू जी ने इस बात का उल्लेख किया कि भारत माता क्या है। उन्होंने कहा कि भारत की प्राकृतिक संपत्ति, भारत की नदियां, भारत के पहाड़, भारत के खेत तो भारत माता है ही। ആ സമയത്ത് നെഹ്റു ഈ കാര്യത്തെ പ്രതിപാദിച്ചു. ഭാരതമാതാവ് എന്ന് പറയുന്നത് എന്താണ് എന്ന് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയുടെ പ്രകൃതി സമ്പത്ത്, നമ്മുടെ നദികൾ, നമ്മുടെ പർവ്വതങ്ങൾ, നമ്മുടെ കൃഷിസ്ഥലങ്ങൾ, ഇതാണ് ഭാരതമാതാവ് എന്ന്. लेकिन भारत की जनता, भारत का एक एक बेटा, एक एक बेटी जो इस धरती का पुत्र है, जो इस धरती की पुत्री है, वे सब भारत माता के अंश हैं। वे सब एक तरह से भारत माता ही हैं। और इसी सोच, इसी भावना ने हमारे संविधान को बनाया। इसी भावना ने आप सबको एक एक वोट दिया। എന്നാൽ ഭാരതത്തിലെ ജനങ്ങൾ, ഓരോരോ ആൺകുട്ടികളും ഓരോരോ പെൺകുട്ടികളും, ഈ മണ്ണിന്റെ പുത്രന്മാർ, ഈ മണ്ണിന്റെ പുത്രികൾ എല്ലാവരും ഭാരത് മാതാവിന്റെ ഭാഗമാണ്. അവർ എല്ലാവരും ഒരു തരത്തിൽ ഭാരത് മാതാവാണ്. ഈ ചിന്ത, ഈ ഭാവനയാണ് നമ്മുടെ ഈ ഭരണഘടനയെ ഉണ്ടാക്കിയത്. ഈ ചിന്താധാര നിങ്ങൾക്കെല്ലാവർക്കും ഓരോ വോട്ടുകൾ നൽകി. जिससे आपका सबसे बड़ा अधिकार सरकार को चुनने का, सरकार को गिराने का आपको मिले। इसी सोच ने, इसी भावना ने इस तरह की संस्थाएं बनाई कि लोकतंत्र को मजबूत रखें। कैसी संस्थाएं थी ये? न्यायपालिका, मीडिया, संसद, ये राजनीतिक दल जिसका हम भाग हैं, विपक्षी दल, सत्ता पक्ष के जो नेता हैं वो, चुनाव आयोग, ये सब जनता के हित की रक्षा के लिए बनाए गए। അതിൽ നിന്ന് നിങ്ങളുടെ ഏറ്റവും വലിയ അധികാരം സർക്കാരിനെ തെരഞ്ഞെടുക്കാനുള്ള, സർക്കാരിനെ തിരസ്കരിക്കാനുള്ള അധികാരം നൽകി. ഈ ചിന്താധാരയും ഈ ചിന്തയുമാണ് രാജ്യത്തെ അധികാര സ്ഥാപനങ്ങളെ നിർമ്മിച്ചത്. അതുവഴി ജനാധിപത്യത്തെ ശക്തമാക്കുന്നതിനു വേണ്ടി എത്തരത്തിലുള്ള സ്ഥാപനങ്ങളാണ് നൽകിയത്? നിയമപാലനം, മാധ്യമങ്ങൾ, പാർലമെന്റ്, നമ്മൾ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ, പ്രതിപക്ഷ പാർട്ടികൾ, ഭരണപക്ഷത്തുള്ള നേതാക്കൾ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇതെല്ലാം ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഉണ്ടാക്കിയത്. इसीलिए जब आज हम देखते हैं कि इन सब संस्थाओं को कुचला जा रहा है, तो एक एक भारतवासी को उठना चाहिए, जागना चाहिए और ये समझना चाहिए कि जो वार हो रहा है वो सिर्फ इन संस्थाओं पर नहीं, लेकिन हम सब पर, आप सब पर, एक एक देश के पुत्र पर, एक एक देश की पुत्री पर वार हो रहा है। അതുകൊണ്ട് നമുക്ക് കാണാം ഈ എല്ലാ സ്ഥാപനങ്ങളെയും ദുരുപയോഗം ചെയ്യുന്നത്. അതിനാൽ ഓരോ ഭാരതീയനും ഉണർന്ന് എഴുന്നേൽക്കണം, ജാഗരൂകരായിരിക്കണം. അതുപോലെ മനസ്സിലാക്കണം, ഈ നടക്കുന്ന യുദ്ധം ഈ സ്ഥാപനങ്ങളെ മാത്രമല്ല, നമ്മളെ എല്ലാവരെയും, രാജ്യത്തെ ഓരോ പുത്രന്മാർക്കെതിരെയും യുദ്ധം നടക്കുകയാണ്. और इसे समझना बहुत ज्यादा जरूरी है। आज न्यायपालिका दबाव में है। सारी मीडिया, मेरे भाई बहन मीडिया के जो यहाँ खड़े हैं, बेचारे मजबूर हैं। सारी मीडिया या अडानी जी की है या अंबानी जी की है। ഇത് മനസ്സിലാക്കേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ്. ഇന്ന് നിയമപാലനം വലിയ സമ്മർദ്ദത്തിലാണ്. എല്ലാ മീഡിയകളും, എന്റെ മുന്നിൽ നിൽക്കുന്ന മീഡിയയുടെ സഹോദരി സഹോദരന്മാർ പാവങ്ങൾ, നിസ്സഹായരാണ്. എല്ലാ മീഡിയകളും ഒന്നുകിൽ അദാനിയുടെ അല്ലെങ്കിൽ അംബാനിയുടേതാണ്.
आज परिस्थितियां ये है कि पिछले आम चुनाव में मुख्यमंत्रियों को जेल में डाला गया, कांग्रेस पार्टी का बैंक अकाउंट बंद कर दिया गया, भ्रष्टाचार के नाम पे तरह तरह के इल्जाम लगाए गए जिसका कोई प्रमाण नहीं है। ईडी भेजी, इनकम टैक्स भेजा, सीबीआई भेजी, और जैसे जैसे जिनका दिल कमजोर था, जो सह नहीं पाए, वो इसकी उनकी पार्टी में शामिल हो गए, वैसे वैसे इनकी वॉशिंग मशीन उनको धोकर उनको पाक बनाती रही। ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മുഖ്യമന്ത്രിമാരെ ജയിലിൽ അടച്ചു, കോൺഗ്രസ് പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ട് പൂട്ടി, അഴിമതിയുടെ പേരിൽ പലതരത്തിലുള്ള ആരോപണങ്ങളും നടത്തി. അതിന് യാതൊരു അടിസ്ഥാനവുമില്ലായിരുന്നു. ഇഡിയെ അയച്ചു, ഇൻകം ടാക്സിനെ അയച്ചു, CBIയെ അയച്ചു. ഇതിനെ തുടർന്ന് മനോബലമില്ലാത്തവർ, ഭയപ്പെട്ടവർ അവരുടെ പാർട്ടിയിൽ ചെന്നു ചേർന്നു. അങ്ങനെ അവരെ അലക്കി വെളുപ്പിച്ചു. आज संसद को देखिए, मुश्किल से एक सत्र में 1-2 बहस होती है। और जब हमने कहा, राहुल जी ने मुद्दा उठाया, खड़गे जी ने मुद्दा उठाया कि हमें बहस करनी है चुनाव पे, SIR पे, जिस तरह से वोट चोरी हो रही है उस पे, तो घबरा गए, मानी नहीं बात। अंत में जाकर कैसे माने कि हम वंदे मातरम पर भी चर्चा करेंगे। तो हम संसद में ये बहस करते रहे कि राष्ट्रगीत किसका है, राष्ट्रगीत कैसे बना, राष्ट्रगीत क्यों बना। ഇന്ന് പാർലമെന്റിനെ നോക്കൂ, ഒരു സെക്ഷനിൽ കഷ്ടിച്ച് 1-2 ചർച്ച മാത്രമാണ് നടക്കുന്നത്. എന്നിട്ട് ഞങ്ങൾ രാഹുൽ ഗാന്ധി പ്രശ്നമുയർത്തി, ഖാർഗെ പ്രശ്നമുയർത്തി, ഞങ്ങൾക്ക് ചർച്ച നടത്തണം എന്ന്. തെരഞ്ഞെടുപ്പിനെ കുറിച്ച്, SIRനെ കുറിച്ച്, എത്തരത്തിൽ വോട്ടുകൊള്ള നടക്കുന്നു എന്നതിനെ കുറിച്ച്. അപ്പോൾ അവർ ഭയന്നു, ആവശ്യം അംഗീകരിച്ചില്ല. അവസാനം എങ്ങനെയാണ് സമ്മതിച്ചത്? ഞങ്ങൾ വന്ദേമാതരത്തെ കുറിച്ച് ചർച്ച നടത്തുമെന്ന്. ഞങ്ങൾ പാർലമെന്റിൽ ചർച്ച നടത്തിക്കൊണ്ടിരുന്നു. രാഷ്ട്രഗീതം ആരുടേതാണ്, രാഷ്ട്രഗീതം എങ്ങനെയുണ്ടാക്കി, രാഷ്ട്രഗീതം എന്തുകൊണ്ട് ഉണ്ടാക്കി. और जो बड़ी बड़ी समस्याएं हैं जिससे आप जूझ रहे हो, बेरोजगारी, महंगाई, पेपर लीक, उसके बारे में चर्चा करने की हिम्मत नहीं है। हिम्मत क्यों नहीं है? क्योंकि अगर इनको एक असली चुनाव लड़ना पड़े, मैं चुनौती देती हूं, एक सही चुनाव लड़ लें, बैलेट पे लड़ लें, तो ये खुद जानते हैं कि कभी नहीं जीत पाएंगे। എന്നാൽ നിങ്ങളുടെ ജീവിതം ദുരിതത്തിലാക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങളായ തൊഴിലില്ലായ്മ, വിലക്കയറ്റം, പേപ്പർ ലീക്ക് എന്നിവയിൽ ചർച്ച നടത്താനുള്ള തന്റെ ഇടമില്ല. എന്തുകൊണ്ടാണ് ധൈര്യമില്ലാത്തത്? കാരണം ഇവർ ഒരു നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്നാൽ ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഒരു നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പ് നേരിടൂ, ബാലറ്റ് പേപ്പറിൽ നടത്തൂ. അപ്പോൾ ഇവർക്ക് സ്വയം അറിയാം ഇവർ ഒരിക്കലും വിജയിക്കുകയില്ല എന്ന്. आज आपको मायूस होने की जरूरत नहीं है कि बिहार का चुनाव हार गए, क्योंकि पूरा देश देख रहा है कि ये चोरी से जीतते हैं। राहुल जी ने प्रेस कॉन्फ्रेंस की, पहले हरियाणा की बात बताई, महाराष्ट्र की बात बताई, कर्नाटक की बात बताई, बिहार में SIR करके 65 लाख वोट काट दिए गए। ഇന്ന് നിങ്ങൾ നിരാശരാകേണ്ട കാര്യമില്ല ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പോയല്ലോ എന്ന്. കാരണം രാജ്യം മുഴുവനും മനസ്സിലാക്കി കഴിഞ്ഞു ഇവർ കൊള്ളയിലൂടെയാണ് വിജയിച്ചതെന്ന്. രാഹുൽ ഗാന്ധി പ്രസ് കോൺഫറൻസ് നടത്തി. ആദ്യം ഹരിയാനയിലെ കാര്യം പറഞ്ഞു, മഹാരാഷ്ട്രയിലെ കാര്യം പറഞ്ഞു, കർണാടകത്തിലെ കാര്യം പറഞ്ഞു, ബീഹാറിൽ SIR നടത്തി 65 ലക്ഷം വോട്ട് നീക്കിക്കളഞ്ഞു. और अगर ये सारे प्रमाण आप अलग कर दें तो एक साफ और साधारण बात सामने आती है। आचार संहिता के समय 10-10 हजार रुपए आप पहुंचा रहे हो, कोई आपको रोक नहीं रहा है। चुनाव आयोग आंख बंद कर रहा है, आंख मूंद रहा है। तो अगर ये चुनाव चोरी नहीं है तो क्या है? इनके पास जवाब ही नहीं है। ഈ എല്ലാ തെളിവുകളും നിങ്ങൾ മാറ്റിവെച്ചാലും ഒരു ക്ലിയറായ സാധാരണമായ കാര്യം നമ്മുടെ മുന്നിൽ വരുന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുള്ള സമയത്ത് 10,000 രൂപ വീതം ആളുകൾക്ക് കൊടുക്കുന്നു. ഇതിനെ ആരും തടയുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ണടച്ചിരിക്കുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് മോഷണമല്ലെങ്കിൽ മറ്റെന്താണ്? ഇവരുടെ അടുത്ത് അതിന് മറുപടിയില്ല. ये जानते हैं कि आज के दिन जनता इनसे नाराज है। देखिए हिले हुए लगते हैं। संसद में मैं देखती हूँ आत्मविश्वास घट गया है, आंखों में आंख मिलाकर नहीं देख पाते। आत्मविश्वास कम हो गया है, घट गया है, अपने आप में विश्वास घट गया है, क्योंकि जनता का विश्वास भाजपा से, इनकी सरकार से, प्रधानमंत्री मोदी जी से, अमित शाह जी से सबसे हट चुका है। ഇവർക്കറിയാം ഇന്നത്തെ ദിവസം
ജനങ്ങൾ ഇവരുമായി വലിയ എതിർപ്പിൽ ആണെന്ന്. അവർ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. എനിക്ക് അത് പാർലമെന്റിൽ കാണാൻ സാധിക്കും. ആത്മവിശ്വാസം ചോർന്നു പോയിരിക്കുന്നു. കണ്ണോട് കണ്ണു നോക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല. ആത്മവിശ്വാസം കുറഞ്ഞ് ചോർന്നുപോയി. അവനവനോടുള്ള വിശ്വാസവും ചോർന്നുപോയി. കാരണം ജനങ്ങളുടെ വിശ്വാസം BJPയോട്, അവരുടെ സർക്കാരിനോട്, പ്രധാനമന്ത്രി മോദിയോട്, അമിത്ഷായോട് എല്ലാവരോടുമുള്ള വിശ്വാസം ചോർന്നു പോയിരിക്കുന്നു, നഷ്ടപ്പെട്ടിരിക്കുന്നു. आज इनको चुनाव आयोग की जरूरत है. चुनाव आयोग के बिना ये चुनाव नहीं जीत सकते. और याद रखिए, चुनाव आयोग जो 3 अधिकारी हैं उनके नाम आप याद रखिए, कभी मत भूलिए इनके नाम, क्योंकि ये आज हमारे लोकतंत्र पर वार कर रहे हैं. ഇന്ന് അവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ആവശ്യമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായമില്ലാതെ ഇവർ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓർമ്മയിൽ വെച്ചുകൊള്ളൂ. 3 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികാരികൾ, അവരുടെ പേര് നിങ്ങൾ ഓർമ്മയിൽ വെച്ചുകൊള്ളൂ. ഒരിക്കലും അവരുടെ പേര് മറക്കരുത്. കാരണം ഇവർ ഇന്ന് നമ്മുടെ ജനാധിപത്യത്തോട് യുദ്ധം ചെയ്യുകയാണ്. इतिहास में कभी ऐसा नहीं हुआ कि पूरा विपक्ष कह रहा है कि हमें विश्वास नहीं है चुनाव आयोग में. इन चुनाव में हमारा विश्वास नहीं है. ये चुनाव ठीक ढंग से नहीं किए जा रहे हैं. चुनाव की घोषणा से लेकर वोटर लिस्ट, आचार संहिता, प्रचार, मतदान, मतगणना, EVM और नतीजे से तक हर कदम को, हर चीज को संदिग्ध बना दिया है इन्होंने. ചരിത്രത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ് പ്രതിപക്ഷ പാർട്ടികൾ എല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വിശ്വാസമില്ല എന്ന് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഈ തെരഞ്ഞെടുപ്പ് സുതാര്യമായല്ല നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ വോട്ടേഴ്സ് ലിസ്റ്റ്, തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം, പ്രചാരണം, വോട്ടിംഗ്, വോട്ടെണ്ണൽ, EVM, തെരഞ്ഞെടുപ്പ് ഫലം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇവർ സംശയത്തിന്റെ നിഴലിൽ ആക്കിയിരിക്കുകയാണ്. इनके साथ साथ सारी संस्थाएं इनके सामने झुक गई हैं, सरकार के सामने झुक गई हैं, इनको झुकाया गया है. राहुल गांधी जी ने बिहार चुनाव में लंबी यात्रा की SIR के खिलाफ. क्यों की? क्योंकि SIR में ये वोट काट कर चुनाव का नतीजा अपने पक्ष में करना चाह रहे थे. अब यूपी में शुरू हो गया है. 3 करोड़ नाम काटे गए हैं यूपी में. कितना योग्य है ये चुनाव आयोग भाजपा के लिए. ഇതിനോടൊപ്പം എല്ലാ ഭരണഘടനാ സംവിധാനങ്ങളും ഇവരുടെ കൈപ്പിടിയിൽ ആക്കിയിരിക്കുകയാണ്. സർക്കാരിന്റെ കൈപ്പിടിയിൽ ആക്കിയിരിക്കുകയാണ്. അവർ ഇവർക്ക് കീഴ്പ്പെട്ടിരിക്കുകയാണ്. ബീഹാർ തെരഞ്ഞെടുപ്പിൽ SIRനെതിരെ രാഹുൽ ഗാന്ധി വളരെ നീണ്ട യാത്ര നടത്തി. എന്തുകൊണ്ടാണ്? കാരണം SIR വഴി വോട്ട് വെട്ടിമാറ്റി ഇവർ തെരഞ്ഞെടുപ്പ് അവർക്ക് അനുകൂലമാക്കാൻ ആഗ്രഹിച്ചു. ഇപ്പോൾ UPയിൽ ആരംഭിച്ചിരിക്കുകയാണ്. UPയിൽ 3 കോടി ആളുകളെയാണ് നീക്കം ചെയ്തത്. BJPക്ക് എത്ര യോഗ്യന്മാരാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ? ज्ञानेश कुमार, सुखबीर सिंह सांधू और विवेक जोशी, ये देश इन 3 नामों को नहीं भूलेगा. ये चाहे कितने भी बड़े बड़े ये कितने भी इंतजाम कर ले इन लोगों को बचाने के लिए, एक दिन इन्हें इस देश को जवाब देना पड़ेगा कि किस तरह से इन्होंने हमारे वोटों का अधिकार हमसे छीनने की कोशिश की, किस तरह से इन्होंने साजिश रची. ജ്ഞാനേഷ് കുമാർ, സുഖ്ബീർ സിംഗ് സന്ധു, വിവേക് ജോഷി, ഈ 3 പേരുകൾ ഈ രാജ്യം മറക്കുകയില്ല. ഇവരെ രക്ഷിക്കുന്നതിനു വേണ്ടി മോദിയും കൂട്ടരും എത്ര കാര്യങ്ങൾ ചെയ്താലും, എത്ര കരുക്കൾ നീക്കിയാലും ഒരു ദിവസം ഇവർക്ക് ഈ രാജ്യത്തോട് മറുപടി പറയേണ്ടി വരും. ഇത്തരത്തിലാണ് ഇവർ നമ്മുടെ വോട്ടവകാശം കവർന്നെടുക്കാൻ ശ്രമിച്ചത് എന്നുള്ളതിന് എത്തരത്തിലുള്ള ഗൂഢാലോചനയാണ് ഇവർ നടത്തിയത് എന്ന്. हर मोर्चे पर ये सरकार विफल है. हर मोर्चे पर. आज डॉलर 90 रुपए का हो गया है. जब 60 रुपए का हुआ था तो कौन रो रहा था सड़कों पे? कौन रो रहा था सड़कों पे? नरेंद्र मोदी जी बार बार कहे जा रहे थे. आज क्यों नहीं बोल रहे हैं डॉलर पे? എല്ലാ തലത്തിലും ഈ സർക്കാർ യാതൊരു ഗുണവുമില്ലാത്തതാണ്. ഇന്ന് ഡോളറിന് 90 രൂപയിൽ അധികമായിരിക്കുന്നു. 60 രൂപയായിരുന്നപ്പോൾ തെരുവിലൂടെ നടന്ന് കരഞ്ഞത് ആരാണ്? നരേന്ദ്രമോദി. ഇന്ന് എന്തുകൊണ്ടാണ് മോദി ഡോളറിനെ കുറിച്ച് വാ തുറക്കാത്തത്? निर्यात लगातार घट रहा है, आयात महंगा हो रहा है, विदेश नीति फेल हो गई है इनकी. हाथ पकड़ के चलते हैं ट्रंप जी के साथ, बड़े बड़े राष्ट्रपतियों के साथ, लेकिन जब समय आता है तो देश के साथ कोई खड़ा नहीं होता. ये है इनकी विदेश नीति. और इनकी नीति कि देश की सारी संपत्ति
अपने दो चेलों को अडानी जी और अंबानी जी को पकड़ा देते हैं। കയറ്റുമതി ദിനം പ്രതി കുറഞ്ഞു വരികയാണ്. ഇറക്കുമതി ദിനം പ്രതി ചെലവേറിയതായിക്കൊണ്ടിരിക്കുന്നു. ഇവരുടെ ഫോറിൻ പോളിസി പരിപൂർണ പരാജയം. ട്രംപിന്റെ ഒപ്പം കൈപിടിച്ചു പോകുന്നു വലിയ പ്രസിഡന്റുമാരുടെ കൂടെ. എന്നാൽ സമയം വന്നപ്പോൾ രാജ്യത്തിനൊപ്പം ആരും നിന്നില്ല. ഇതാണ് ഇവരുടെ ഫോറിൻ പോളിസി. ഇവരുടെ പോളിസി രാജ്യത്തിന്റെ എല്ലാ സമ്പത്തും ഇവരുടെ രണ്ട് ഇഷ്ടക്കാരായ അദാനിക്കും അംബാനിക്കും വീതം വെക്കുക എന്നുള്ളതാണ്. यहाँ देश का नौजवान महंगाई से जूझ रहा है, बेरोजगारी से जूझ रहा है, पेपर देता है, लीक हो जाता है, कोई उसकी सहायता नहीं है, नशे की तरफ जा रहा है, बैटिंग ऐप में पूरे दिन बिताता है। और बैटिंग ऐप चलाया कहां से जा रहा है? कहां से चलाया जा रहा है? सूत्रों के मुताबिक प्रधानमंत्री के ऑफिस में ही एक शख्स ने बैटिंग ऐप के साथ में घोटाले किए हैं। ഇവിടെ രാജ്യത്തിന്റെ യുവജനത വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുകയാണ്. തൊഴിലില്ലായ്മ കൊണ്ട് പൊറുതിമുട്ടുകയാണ്. പരീക്ഷാ പേപ്പർ ലീക്ക് ചെയ്യുന്നു. അവരെ സഹായിക്കാൻ ആരുമില്ല. ലഹരിയിലേക്ക് തിരിയുകയാണ്. ദിവസം മുഴുവൻ ബെറ്റിംഗ് ആപ്പുകളിൽ ചെലവഴിക്കുകയാണ്. ആ ബെറ്റിംഗ് ആപ്പ് ആരാണ് നടത്തുന്നത്? എവിടെ നിന്നാണ് അത് പ്രവർത്തിക്കുന്നത്? കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിലുള്ള ഒരു വ്യക്തി ബെറ്റിംഗ് ആപ്പിന്റെ അഴിമതി നടത്തുന്നു എന്നാണ് അറിയുന്നത്. इसकी चर्चा होती है क्या सदन में? क्यों नहीं होती? आपकी बेरोजगारी की चर्चा होती है, महंगाई की चर्चा होती है, मेरी बहनें यहाँ खड़ी हैं, आपकी सुरक्षा की चर्चा होती है? न सदन में होगी, न बड़ी बड़ी रैलियों में करेंगे ये लोग, न आपके पास आकर आपसे बात करेंगे, आपके हालचाल पूछेंगे, आपसे पूछेंगे कि किस संघर्ष से आप गुजर रहे हो, कैसे जी रहे हो, क्योंकि हिम्मत नहीं रही, इनकी हिम्मत नहीं रही। ഇതിനെക്കുറിച്ച് സഭയിൽ ചർച്ച നടത്തിയോ? എന്തുകൊണ്ടാണ് നടത്താത്തത്? നിങ്ങളുടെ തൊഴിലില്ലായ്മയെക്കുറിച്ച് ചർച്ച നടത്തിയോ? വിലക്കയറ്റത്തെക്കുറിച്ച് ചർച്ച നടത്തിയോ? ഇവിടെ എൻ്റെ സഹോദരിമാർ നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ചർച്ച നടക്കുന്നുണ്ടോ? സഭയിലും നടന്നില്ല. വലിയ വലിയ റാലികളിൽ ഇതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല. നിങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കുന്നില്ല എത്ര വലിയ ബുദ്ധിമുട്ടിലാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്ന്, ജീവിതം തള്ളി നീക്കുന്നത് എന്ന്. കാരണം ഇവർക്ക് അതിനുള്ള തന്റെ ഇടമില്ല. जो था, जो बना था, जो 75 सालों से सबने संघर्ष करके बनाया था, वो सब तमाम बिगाड़ रखा है। आपसे सिर्फ ये कहना चाहती हूँ कि आपका ध्यान भटकाने के लिए रोज रोज ये कोई नया मुद्दा निकालते हैं। आप खुद देख रहे हैं, आप अपना ध्यान केंद्रित करिए। നമുക്ക് ഉണ്ടാക്കിയത് 50 വർഷങ്ങളായി നമ്മൾ പോരാടി ഉണ്ടാക്കിയതെല്ലാം നശിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളോട് ഇത് മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി ദിവസവും എന്തെങ്കിലും കാര്യങ്ങളുമായി വരും. നിങ്ങൾ ഇത് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ വഴിമാറാതെ ശ്രദ്ധിക്കണം. ये वोट का अधिकार आपका सबसे बड़ा अधिकार है। इन्होंने सब कुछ खत्म कर दिया है, लेकिन सच्चाई आप देख रहे हैं, सच्चाई आप आज समझने लगे हैं, और वो सच्चाई आपकी सच्चाई है। आप जीते हैं उसे। ये आपका अधिकार है जो आस्ते आस्ते आपसे लिया जा रहा है। വോട്ടവകാശം നിങ്ങളുടെ ഏറ്റവും വലിയ അവകാശമാണ്. അവർ എല്ലാം ഇല്ലാതാക്കി. എന്നാൽ സത്യം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സത്യം ഇന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ്. നിങ്ങളുടെ അധികാരമാണ് പതിയെ പതിയെ നിങ്ങളിൽ നിന്ന് കവർന്ന് എടുക്കുന്നത്. हमारी एक लंबी लड़ाई है, भारत माता की आत्मा की रक्षा की लड़ाई है। ये है हमारी कांग्रेस की शक्ति। ये वही शक्ति है जिसने स्वतंत्रता संग्राम में हमें आजादी दिलाई। ये वही शक्ति है जो सच्चाई से पीछे कभी नहीं हटेगी। ये वही शक्ति है जो आप सबको यहाँ लाई है। आज आपको ये संघर्ष की शक्ति दी है कि इस माहौल में इस समय आप खड़े रहे अपनी पार्टी के साथ। ये देश की महान जनता है। നമ്മുടേത് ഒരു നീണ്ട പോരാട്ടമാണ്. ഭാരത് മാതാവിന്റെ ആത്മാവിനെ രക്ഷിക്കുന്നതിനുള്ള പോരാട്ടമാണ്. ഇതാണ് നമ്മുടെ കോൺഗ്രസിന്റെ ശക്തി. ഈ ശക്തിയാണ് സ്വാതന്ത്ര്യ സമരത്തിലൂടെ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. സത്യത്തിൽ നിന്ന് ഒരിക്കലും പിന്നോട്ട് പോകില്ലാത്ത ശക്തിയാണ് ഇത്. നിങ്ങളെ എല്ലാവരെയും ഇന്ന് ഇവിടെ കൊണ്ടുവന്ന ശക്തിയാണ് ഇത്. നിങ്ങൾക്ക് പോരാട്ടത്തിനുള്ള ശക്തി നൽകിയത്. ഈ സാഹചര്യത്തിൽ ഈ പാർട്ടിക്ക് ഒപ്പം നിൽക്കാനുള്ള ശക്തി ഇത് രാജ്യത്തിലെ മഹാന്മാരായ ജനങ്ങളാണ്. और हम अपना दायित्व समझते हैं, अपना धर्म समझते हैं कि हम आपके वोट की रक्षा करें, संविधान की रक्षा करें और आपके अधिकारों को मजबूत करें। इसलिए आज हम यहाँ आपके सामने आए हैं
ये कहने के लिए कि हम लड़ते रहेंगे, हम कभी नहीं झुकेंगे, हम कभी नहीं रुकेंगे। ഞങ്ങൾ ഞങ്ങളുടെ കടമ മനസ്സിലാക്കുന്നു, ഞങ്ങളുടെ ധർമ്മം മനസ്സിലാക്കുന്നു. ഞങ്ങൾ നിങ്ങളുടെ വോട്ടിനെ സംരക്ഷിക്കണം, ഭരണഘടനയെ സംരക്ഷിക്കണം, നിങ്ങളുടെ അധികാരങ്ങളെ ശക്തിപ്പെടുത്തണം. ഇതാണ് ഞങ്ങളുടെ കടമ. അതിനാൽ ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നത് ഇത് പറയാനാണ്. ഞങ്ങൾ പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കും. ഞങ്ങൾ ഒരിക്കലും പിന്മാറുകയില്ല, ഞങ്ങൾ ഒരിക്കലും നിർത്തുകയില്ല.